നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ അടിക്കടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുക, എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് നേരെയാകാത്ത ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും എപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അല്ലേ? അപ്പം നമ്മൾ എന്താണെന്ന് ഇത് ചിന്തിക്കാറുണ്ട്. ചിലരാണെങ്കിൽ ഓടും ജ്യോത്സ്യൻ്റെ അടുത്തോട്ട് പോയി ജ്യോത്സ്യത്തിൽ നോക്കും, അല്ലെങ്കിൽ അന്നേരം പറയും അല്ലെ അവിടെ ദോഷം ഇവിടെ ദോഷം, അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് അങ്ങോട്ടൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫലപ്രാപ്തിയിൽ എത്താൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരേ ഒരു കാര്യമുള്ളൂ, നമ്മുടെ കൃത്യമായ അനുഷ്ഠാനവും നമ്മുടെ ഉപാസനയും. നമ്മൾ ശരിക്കും ദൈവത്തിലേക്ക് അടുക്കുക, അതുമാത്രമാണ്. അതായത് അമ്പലത്തിൽ പോയി കുറേ നേരം ഇരുന്നുകൊണ്ടോ പള്ളിയിൽ പോയി കുറച്ച് നേരം ഇരുന്നുകൊണ്ടോ അതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ മനസ്സിനെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ഈ അനുഷ്ഠാനം എന്ന് പറയുന്നത്. കൃത്യമായ നാമജപം, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റലി നമ്മൾ നല്ല രീതിയിൽ ഉയർന്നു വരാൻ വേണ്ടി ശരിക്കും പറഞ്ഞൊരു മെഡിസിനാണ് ഈ നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതല്ലേ നിങ്ങൾക്കൊരു ചോദ്യം, ഇതെങ്ങനെയാണ് നാമം ജപിക്കേണ്ടത്? അതിന് വെറും സിമ്പിൾ അതിൻ്റെ ആൻസർ. നമ്മൾ രാവിലെയും വൈകിട്ടും സഹസ്രനാമം ജപിക്കുക. ഒന്ന് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും നമ്മൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 41 ദിവസം തുടർച്ചയായി നിങ്ങൾ ആ ജപത്തിലേക്കൊന്ന് മുഴുകിക്കഴിഞ്ഞാൽ വരുന്ന മാറ്റം നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് അനുഷ്ഠിച്ച് നോക്കുക. കൃത്യമായ അനുഷ്ഠാനത്തോടു കൂടി നമ്മുടെ ലൈഫ് മാറി മറിയുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനും കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, അങ്ങനെ പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ എന്ന്. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ട നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക, ശരീരം ശുദ്ധമാക്കി വെക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുള്ള വിദ്വേഷം, അസൂയ, കുശുമ്പ്, മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്നുള്ള ചിന്താഗതി എല്ലാം മാറ്റി നമ്മുടെ മനസ്സിൽ ഒരേ ഒരു ശക്തി, പ്രപഞ്ച ഊർജ്ജം, അതിനെ മാത്രം നമ്മൾ നിറച്ചുകൊണ്ട് നമ്മൾ ഈ ഉപാസന ചെയ്യുക. തീർച്ചയായിട്ടും ഫലപ്രാപ്തിയിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഞാൻ കൃത്യമായിട്ട് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് അനുഷ്ഠിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളിതിൻ്റെ ഉത്തരം പറയുക. ഓക്കെ, ബൈ ബൈ.